അത്തം നാളിൽ ജനിക്കുന്നവർ ശാന്ത സ്വഭാവികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ ചിരിക്ക് ഒരു സവിശേഷതയുണ്ട്. ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവും ഇവരുടെ ചിരിക്കുണ്ടായിരിക്കും. നൈസർഗികമായ ഇവരുടെ ശാന്തതയും മന്ദസ്മിത ഭംഗിയാർന്ന മുഖഭാവവും കൊണ്ടായിരിക്കണം അടുത്തു പരിചയപ്പെടുന്ന ആർക്കും ഇവരെ പെട്ടെന്ന് വേർപെടുവാനോ മറക്കുവാനോ കഴിയാതെ വരുന്നത്. ജനസാമാന്യത്തിൻ്റെ വിശ്വാസവും ആദരവും സമ്പാദിക്കുന്നതിന് മറ്റേത് നക്ഷത്രക്കാരെയും അപേക്ഷിച്ച് ഇവർക്ക് പെട്ടെന്ന് കഴിയും. ഇവർക്ക് നിഷ്കളങ്കമായ ഒരു ഹൃദയമാണുള്ളത്. കഴിവതും മറ്റുള്ളവരെ സഹായിക്കണമെന്നല്ലാതെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കുവാനോ ആരെയും ചതിക്കുവാനോ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവരുടെ കളങ്കമറ്റ സഹായമോ സേവനമോ ചെന്നെത്തുന്നിടത്ത് നിന്ന് ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവുമായിരിക്കും. ശരീരത്തിൻ്റെ മാർദ്ദവും സൗകുമാര്യവും കുലീനത വിളിച്ചറിയിക്കുന്ന അനുവർത്തനങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായിരിക്കും. ഈ നാളുകാർ ആഡംബരത്തിൽ അത്ര തന്നെ പ്രിയമുള്ളവരായിരിക്കേയില്ല. എന്നാൽ ശുചിത്വം പാലിക്കുന്നതിലും പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലും ഇവർക്ക് വലിയ നിഷ്കർഷ ഉണ്ടായിരിക്കും. മാത്രമല്ല വീട്ടിലുള്ള മറ്റാളുകളെ ഇക്കാര്യത്തിൽ ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടുമിരിക്കും. അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രത്യേകമായി പറയാനുള്ളത് വൃദ്ധിക്ഷയങ്ങൾ കൂടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ നിലയും ഒരു പ്രത്യേക വിധത്തിലുള്ളവയായിരിക്കും. അഭിവൃദ്ധിയും അധപ്പതനവും ഇവരുടെ ജീവിതത്തെ കൂടെ കൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ആകയാൽ ഇവരെ സ്ഥിരസമ്പന്നന്മാരെന്ന് പറയാൻ അവകാശമില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ പ്രവേശിച്ച് കുറേയൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ അവയ്ക്ക് പ്രതികൂലമായി അധോഗതിയുടെ ആകസ്മികമായ കൊടുങ്കാറ്റുണ്ടായി ഇവരെ വിജയത്തിൽ നിന്നും പുറന്തള്ളും. ആ രംഗത്തിൽ നിന്ന് വീണ്ടും കരകയറാനുള്ള മാർഗം കാണാതെ ഉഴന്നു കഴിയുമ്പോൾ കാണാം യാദൃശ്ചികമായ സഹായങ്ങളും അതിൽ കൂടിയുള്ള പുരോഗതിയും ഇവരെ ആശീർവദിക്കുന്നത്. ഇത് ഇവരുടെ മേൽ നിയതി നിശ്ചയിച്ച ശിക്ഷയായിരിക്കാമോ എന്ന് തോന്നിപ്പോകും. ഈ നക്ഷത്രക്കാർ പ്രവൃത്തി രംഗങ്ങളിൽ വലിയ നീതിനിഷ്ഠയുള്ളവരായിരിക്കും. പ്രവർത്തന രംഗങ്ങളിൽ ഇവർക്കുള്ള സാമർഥ്യവും അനാദൃശ്യമായിരിക്കും. എങ്കിൽ തന്നെയും ഇവർക്ക് പല പ്രവർത്തന മാർഗങ്ങളും അവലംബിക്കേണ്ടി വരുന്നു. ഉദ്യോഗ ജീവിതം ഇവർക്ക് തീരെ പൊരുത്തപ്പെടാത്തതാണ്. പക്ഷേ അധികാരമുള്ള സ്ഥാനങ്ങളിൽ പ്രവേശിച്ചാൽ ഇവരതിൽ വളരെ പ്രശോഭിക്കുക തന്നെ ചെയ്യും. അധികാര ദുർമോഹം ഉണ്ടായിരിക്കേയില്ലെന്നേ ഉള്ളൂ. ദാസ്യവൃത്തിക്കോ സേവയ്ക്കോ ഇവർ വളരെ പിന്നോക്കമാണ്. ഈ വക കാര്യങ്ങൾ ഇവരുടെ ചിന്തയിൽ പോലും വരുന്നതല്ല. അത്തം നക്ഷത്രക്കാർ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും വളരെ അറിവും ലോകപരിചയമുള്ളവരുമായിരിക്കും. കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ മധ്യസ്ഥം വഹിക്കാനും ഉപദേശം കൊടുക്കാനും ഇവർക്ക് നല്ല ചാതുര്യവും കഴിവും ഉണ്ടായിരിക്കും. പക്ഷേ പല വിധത്തിലുള്ള ഭാരങ്ങളുടെ ചുമതലകളും വഹിച്ചുകൊണ്ടേ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവർ തങ്ങളുടെ കഴിവിനനുസരിച്ച് സാമ്പത്തികമായി പുരോഗമിക്കുന്നില്ല. അത്തം നാളുകാർ പരോപദ്രവം ചെയ്യുന്നതിൽ വളരെ വിമുഖന്മാരായിരിക്കുമെങ്കിലും നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും ഇവരിൽ നിന്നൊട്ടും അകന്നിരിക്കയില്ല. ഈ വൈരാഗ്യം തീർക്കലിനുള്ള പരിപാടികളെല്ലാം കരുപ്പിടിപ്പിച്ചാൽ തന്നെയും അവനോട് ദൈവം ചോദിക്കട്ടെ എന്ന് കരുതി അടങ്ങുകയാണ് സാധാരണ ഇവരുടെ നടപടി. വലിയ തണ്ടന്മാരെന്നോ ഗർവിഷ്ഠന്മാരെന്നോ ഇവരെ സംബന്ധിച്ച് ചിലർ കരുതിയേക്കാമെങ്കിലും വാസ്തവത്തിൽ ഇവർ ശുദ്ധഹൃദയന്മാരായിരിക്കുമെന്നതിൽ സംശയമില്ല. ഏതാണ്ട് 30 വയസ്സുവരെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഇവർക്കുണ്ടാകും. അതുവരെ ശരിയായ ഒരു ജീവിത പന്താവ് ഇവർക്ക് തുറന്നു കിട്ടുകയില്ല. 30-42 വയസ്സുകൾക്കിടയിലുള്ള കാലഘട്ടമാണ് അത്തം നാളുകാർക്ക് ഏറ്റവും സൗഭാഗ്യകരമായുള്ളത്. 42-നും 64-നും ഇടയ്ക്കുള്ള കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലകാലമായിരിക്കും. 64 വയസ്സിന് മേൽ ഇവരിൽ ചിലർക്ക് വലിയ പുരോഗതി ഉണ്ടായി കാണുന്നുണ്ട്. ശുഭപ്രതീക്ഷകൾ തികഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമാണ് ഇവർക്കുള്ളതെങ്കിലും ഇടയ്ക്ക് കുറച്ചു കാലമെങ്കിലും സ്വൈര്യക്കേടുകളോ വേർപാടുകളോ അനുഭവിച്ചതിനു ശേഷം രമ്യതയിൽ കഴിയുന്ന ഭാര്യ ഭർത്തൃബന്ധമാണ് മിക്കവാറും കണ്ടുവരുന്നത്. ഇവരുടെ ഭാര്യമാർ ഗൃഹഭരണത്തിൽ കഴിവുറ്റവരും ഹൃദയലാളിത്യമുള്ളവരുമായിരിക്കും. അത്തം നാളുകാർ വികാരഭരിതരും അഗമ്യ സ്ത്രീബന്ധത്തിനു പോലും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഈ വിഷയത്തിൽ പല ആരോപണങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ ഇവർ പ്രത്യേകം പരിശീലിക്കേണ്ടതാണ്. ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷം മുതലായവയും ഇവരെ കൂടെ കൂടെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇവിടെ പറഞ്ഞ ഫലങ്ങൾ ഭൂരിപക്ഷവും അനുഭവത്തിൽ കാണും. ഇവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും പ്രത്യേക ഒരു ആകർഷണീയതയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചുമലുകൾക്കും. പൊതുവെ പറഞ്ഞാൽ മാർദ്ദവ ശരീരികളായ ഇവർക്ക് നല്ല ശരീരപുഷ്ടിയും അഴകുമുണ്ടായിരിക്കും. സ്ത്രീ സഹജമായ ലജ്ജ ഇവർക്ക് നൈസർഗികമായിരിക്കും. കുടുംബഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും അതിനെല്ലാം ഇവർ അസാമാന്യമായി പ്രശോഭിക്കും. ക്ഷമയും സദാചാരബോധവും കുലീനത്വവും ഈ നാളുകാരികളായ സ്ത്രീകളിൽ അധികവും പ്രകാശിച്ചു കാണും.
യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹം, ഗൃഹാരംഭം എന്നിവയ്ക്കും ഈ നക്ഷത്രം നല്ലതാണ്. ആദ്യ ദശാനാഥൻ ചന്ദ്രൻ 5 വർഷം, തുടർന്ന് ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20 ക്രമത്തിൽ ദശാകാലങ്ങൾ. പ്രതികൂല നക്ഷത്രങ്ങൾ: ചോതി, അനിഴം, മൂലം, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. അത്തം നക്ഷത്രക്കാരന് 1-ാമത്തെ വയസ്സിലും 3-ലും ജലത്താലും 5-ൽ വൃക്ഷത്താലും 25-ൽ കള്ളന്മാരാലും 33-ൽ അധികാരികളാലും 50-ൽ വാദത്താലും 57-ൽ വഞ്ചനയാലും 68-ൽ രോഗപീഠയാലും അരിഷ്ടതകൾ ഉണ്ടാകും. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 86-ാമത്തെ വയസ്സിൽ കന്നിമാസം ചൊവ്വാഴ്ചയും പൂർവപക്ഷം ത്രയോദശിയും കൂടിയ ദിവസം അത്തം നക്ഷത്രം ഉദിച്ച് 1 നാഴികയ്ക്ക് ആപത്ത് സംഭവിക്കും. രാഹു, ശനി, കേതു എന്നീ ദശാകാലങ്ങൾ പൊതുവെ അശുഭകരമായേക്കാം എന്നതിനാൽ ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്കുത്തമം. ചന്ദ്രപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ദുർഗാദേവിയെ ഭജിക്കുക എന്നിവ അത്തം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. ചന്ദ്രന് ജാതകത്തിൽ പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത്. പക്ഷബലമുള്ളവർ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നതും പക്ഷബലമില്ലാത്തവർ അമാവാസി നാളിൽ ഭദ്രകാളി പൂജ നടത്തുന്നതും നന്നായിരിക്കും. അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങളും നടത്താവുന്നതാണ്. രാശ്യാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവയും അനുഷ്ഠിക്കാവുന്നതാണ്. വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും.